അസർപ്പൂ പുഞ്ചിരിയും ഇശൽ പാടും മൊഴിയും പെരുന്നാൾ പിറ കാണും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും ഒരു മരണവാർത്ത കേൾക്കാനായിട്ട് കഴിഞ്ഞു. ആ ഉമ്മയും ഉപ്പയും ദാമ്പത്യ ജീവിതം തുടങ്ങിയത് മുതൽ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് അവർ കഴിഞ്ഞിരുന്നത്. അവരുടെ ഇടയിൽ അത്രമേൽ വലിയ ഒരു സ്നേഹം അവരുടെ ഇടയിലുണ്ടായിരുന്നു. 2-3 ദിവസം മുമ്പാണ് അതിലെ ആ ഉപ്പ മരണപ്പെട്ടത്. ആ ഉപ്പ മരണപ്പെട്ടപ്പോൾ ആ വേദന സഹിക്കാൻ കഴിയാതെ ആ ഉമ്മ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ ഉമ്മ അറ്റാക്ക് വന്ന് മരണപ്പെട്ട ഒരു വാർത്തയാണ് കേൾക്കുന്നത്. പടച്ചവനെ, വല്ലാത്ത ഒരു പ്രണയം തന്നെയാണ് ആ 2 വ്യക്തികളുടെ ഇടയിലുണ്ടായിട്ടുള്ളത്. ആ മനുഷ്യൻ ആ ഉമ്മാനെ അവരുടെ വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് കൈപിടിച്ച് കൊടുന്നതുപോലെ ആ ഉമ്മയേറ്റ് 6 അടി മണ്ണിൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗം. ജീവിതത്തിൽ അവരൊരുമിച്ചായിരുന്നു, മരണത്തിലും അവരൊരുമിച്ച്. 6 അടി മണ്ണിൻ്റെ അടിയിൽ നിങ്ങൾ ഈ ഖബറ് കണ്ടില്ലേ? ഈ ഖബറിൻ്റെ ഉള്ളിൽ ആ ഉമ്മയും ഉപ്പയും ഒരേ സ്ഥലത്ത് അവരിങ്ങനെ ചാരത്ത് കിടക്കുന്ന രംഗം. ഈ ഒരു വോയിസ്, ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. അരളിപ്പൂന്തൊടി എൻ വരവും കാത്തൊരു നോമ്പ് നോൽക്കുന്നൊരു പെണ്ണ്, അസർപ്പൂ പുഞ്ചിരിയും ഇശൽ പാടും മൊഴിയും പെരുന്നാൾ പിറ കാണും നിരുസുറുമപ്പൂമിരിയും. കാതിൽ കിസ്സ പറയാൻ എന്നും കായൽ കരയും, ദൂരെ കാത്തു മിഴികൾ നനയും. അതിൻ്റെ കൂടെ വന്ന ഒരു വോയിസും നിങ്ങളൊന്ന് കേട്ട് നോക്ക്. മാഷാ അല്ലാ. ഇതുപോലെ മരണം സംഭവിക്കാൻ നമുക്കും കൊതി തോന്നും അല്ലെ? ഒരുമിച്ച് ജീവിച്ചവർ, ഒരുമിച്ച് ദാമ്പത്യ ജീവിതം നയിച്ചവർ. ഇപ്പം അവരുടെ ചുറ്റുപാടുന്ന ആൾക്കാർ പറയുന്നു, ഈ വയസ്സുകാലത്തും ഓരോ സന്തോഷത്തിനും ഓരോ പ്രണയത്തിനും ഓരോ സൗന്ദര്യത്തിനും ഓരോ ജീവിതത്തിനും ഓരോ സ്നേഹത്തിനും ഒരു കുറവുണ്ടായിട്ടില്ല. എല്ലാം എൻ്റെ ഭർത്താവ് എന്നെ വിട്ട് പിരിഞ്ഞ് പോയി എന്ന് അറിയുന്ന ആ നിമിഷം 1 മണിക്കൂർ പോലും ഈ മണ്ണിൽ ജീവിച്ചിട്ടുണ്ടായിട്ടില്ല. സങ്കടം കൊണ്ട്, പേരാറും കൊണ്ട് അറ്റാക്കായി പോയി തോന്നുന്നു. ഒരുമിച്ചിട്ട് ഒരേ മയ്യത്ത് കുളിപ്പിച്ച്, ഒരുമിച്ച് യാസീൻ ഓതി, ഒരുമിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ജീവിതത്തിൽ ജീവിച്ചിട്ട് നാം ഇറങ്ങുന്നത് പോലെ തന്നെ, ഭാര്യ ഭർത്താവ് ഇറങ്ങുന്ന പോലെ തന്നെ മുന്നിലും പിന്നിലായിട്ട് അവർ ഇറങ്ങി. ഒരുമിച്ചിട്ട് തക്ബീറും ചൊല്ലിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് ഒരുമിച്ച് പോകും. എത്ര സന്തോഷത്തോടെ. ഒരുമിച്ചിട്ട് മയ്യത്ത് നിസ്കാരം, ഒരുമിച്ചിട്ട് കബറിൽ വെച്ച് അവസാനം മൂടുകല്ലും ഒരുമിച്ചിട്ട്, അതിന്റെ മുകളിൽ മണ്ണിട്ടതും തൽക്കീന്ന് ചെല്ലിയതും ഒരുമിച്ചിട്ട്. ആ 2 പേരും വീട്ടിൽ എങ്ങനെ സന്തോഷത്തിൽ കഴിഞ്ഞ് അതുപോലെ തന്നെ ആ കബറിലും ഇന്ന് ഒരുമിച്ച് കഴിഞ്ഞു. എത്ര ഭാഗ്യം ചെയ്തവർ, എത്ര ഭാഗ്യം ചെയ്തവർ. ആക്കി കിട്ടി ഇങ്ങനത്തെ ഭാഗ്യം ഈ നാട്ടിലെന്നല്ല, ഈ ലോകത്ത്. ദാമ്പത്യം എങ്ങനെയായിരിക്കണമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തരുന്ന ചില മനുഷ്യരുണ്ട്. അത്തരക്കാരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമായിരിക്കും. ഇന്ന് ആലമ്പാടിയിലെ ചെറിയാലമ്പാടിയിൽ ഒരേ വീട്ടിൽ 2 മരണം നടന്നു. ഉപ്പ മരിച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ ഉമ്മയും മരണപ്പെടുകയായിരുന്നു. ചെറിയമ്പാടിയിലെ അബ്ദുൽ ഖാദർ ഹാജി, ആയിഷ ബി എന്നിവരാണ് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി യാത്രയായത്. ഉമ്മയും ഉപ്പയും ഒന്നിച്ച് യാത്രയാകുന്നുവെന്നുള്ളത് പറഞ്ഞറിയിക്കാനാവാത്ത സങ്കടമായിരിക്കും. പക്ഷേ ആ സങ്കടത്തിലും സന്തോഷത്തിൻ്റെ ഒരു കഥയുണ്ട്. ജീവിച്ച കാലമത്രയും സ്നേഹവും പ്രണയവും കൊണ്ട് മനസ്സു നിറച്ച ദമ്പതികളായിരുന്നു അവർ. സന്തോഷത്തിലും ഇഷ്ടത്തിലും മാത്രം ജീവിച്ചവർ. ഇപ്പോഴും അവർ അത്രമേൽ സ്നേഹത്തിലായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്നിച്ച് യാത്രയാകണമെന്നായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു അവർ പ്രാർത്ഥിച്ചത്. പ്രായം എത്രയായാലും ഒരാളുടെ മരണം മറ്റൊരാൾക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു എന്ന് അവർ കണക്ക് കൂട്ടിയിരുന്നു. പടച്ചവൻ അവരുടെ പ്രാർത്ഥന കേട്ടു. ഒരേ ദിവസം ഒരേ വീട്ടിൽ നിന്ന് ഒന്നിച്ച് അവർ യാത്ര പറഞ്ഞു. ഒരുമിച്ചുള്ള മയ്യത്ത് കട്ടിൽ, പള്ളിക്കാട്ടിലേക്ക് ഒരുമിച്ചുള്ള യാത്ര, ഒടുവിൽ അടുത്തടുത്ത് ഖബറിലായിട്ട് അന്ത്യവിശ്രമം.
അള്ളാഹു സ്വർഗത്തിലും അവരെ ഒരുമിപ്പിക്കുമാറാകട്ടെ. എത്ര വലിയ ഭാഗ്യവാന്മാരാണ് ആ ദമ്പതികളെന്നൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മളിൽ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. സ്നേഹമുണ്ട്, പക്ഷെ ആ സ്നേഹം പലരും പുറത്ത് പ്രകടിപ്പിക്കൂല, മറ്റുള്ള ആളുകൾക്ക് സ്നേഹം കൊടുക്കൂല. ചില ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കൂല. അവർക്ക് സ്നേഹിക്കാൻ അറിയാം, പക്ഷേ അവരത് ചെയ്യൂല. കാരണം അവർ സ്നേഹം ഇങ്ങനെ ഇറുക്കി പിടിക്കും. ഭാര്യയ്ക്ക് ഭർത്താവിനോടും വെറുപ്പാണ്, ഭർത്താവിന് ഭാര്യയോടും വെറുപ്പാണ്. നിങ്ങൾ ഈ ഉമ്മാനിപ്പാനും നോക്കി, അവരുടെ ജീവിതാവസാനം വരെ അവർ ആ ഒരു ജീവിതം സ്നേഹിച്ച് തീർത്തു. അവസാനം തൻ്റെ ഭർത്താവ് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ട് ഇനി ഒരു നിമിഷവും ഈ ദുനിയാവിൽ കഴിയാൻ പറ്റാത്തത് കൊണ്ട് ആ ഉമ്മ അറ്റാക്ക് വന്നത്രേ. അത്രമേൽ വലിയ ഒരു സ്നേഹം. പടച്ചവനെ, ഈ കാലഘട്ടത്തിൽ ആരെയാണ് നമുക്കിങ്ങനെ സ്നേഹിക്കുന്നവരെ കാണിക്കാൻ കഴിയുക? സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോ കാണിച്ചു തരും, പക്ഷേ അതൊന്നും ഒരു യഥാർത്ഥ സ്നേഹമല്ല എന്നുള്ളതാണ്. ക്യാമറയുടെ മുമ്പിൽ വന്നുകൊണ്ട് അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ച് ഒരു വലിയൊരു അഭിനയം നമ്മുടെ മുമ്പിൽ കാണിക്കുമെങ്കിലും ആ ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന് ഭാര്യയുടെ മുഖത്തും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മുഖത്ത് പോലും നോക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹങ്ങൾ അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവർക്കെല്ലാവർക്കും മാതൃകയായിട്ട് ഈ ഉമ്മയും ഉപ്പയും. പടച്ചോനെ, ഞാനിങ്ങനെ വല്ലാതെ ചിന്തിച്ച് പോയി, എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത് എന്ന്. ചിലരൊക്കെ ഉണ്ടാവും നമ്മുടെ ഇടയിൽ, നമ്മൾ കാണാത്തവരാണ്. പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും സ്നേഹം പിശുക്കി ജീവിക്കുന്ന ആളുകളാണ്. ആ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം അള്ളാഹു കൊടുക്കട്ടെ. ജന്നാത്തു നഈമിലും അവരെയും നമ്മയുമൊക്കെ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പടച്ചോനെ, എന്തോ ഒരു വലിയ സ്നേഹമായിരുന്നല്ലേ. കണ്ടിട്ട് അത്രമേൽ സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു വീഡിയോ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അള്ളാഹു അവരെ ഖബർ അള്ളാഹു വിശാലാക്കി കൊടുക്കട്ടെ. ഞമ്മക്കും പറ്റും ഇങ്ങനൊക്കെ പ്രണയിക്കാൻ. ഈ ഈഗോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഞാൻ അവളെ പ്രണയിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതായി പോവോ എന്നുള്ള ഒരു സംഗതി, അതൊക്കെ മാറ്റി വെക്കണം. നിഷ്കളങ്കമായ സ്നേഹം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങോട്ട് തിരിച്ചു കിട്ടും. അപ്പം ഉണ്ടാവുന്ന ഒരു ആനന്ദമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ അത് കഴിയൂല. അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ ഉപ്പയെയും ഉമ്മയെയും പോലെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വലിയ സന്തോഷമാണല്ലേ. ചില ആളുകൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഒരു 19 വയസ്സ് കഴിഞ്ഞാൽ ഭാര്യ പിന്നെ ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതി. ഒരിക്കലും തെറ്റായ, വളരെയേറെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണത്. മരണം വരെ ഇസ്ലാം പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് തന്നെ കിടക്കണം എന്നാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ. ചിലരൊക്കെ കാണും രണ്ടും 2 റൂമിൽ, അല്ലെങ്കിൽ ഒരാൾ കട്ടിലിൽ ഒരാൾ നിലത്ത് കിടക്കുന്ന ഒരു പ്രവണത. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് സ്നേഹം അവരിൽ നിന്ന് അകന്നു പോകുന്നത്. നേരെമറിച്ച് 2 പേരും ഒരുമിച്ച് കഴിയണം. എന്നിട്ട് അവർ ഗതകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ അഴവറക്കണം. അപ്പോഴൊക്കെ സ്നേഹം ഒന്നും കൂടി ഇങ്ങനെ ഊട്ടി ഉറച്ച് വരുള്ളൂ. കുടുംബജീവിതമാകുമ്പോൾ പലർക്കും അതിൽ ഒരുപാട് പിണക്കങ്ങളും ഇണക്കങ്ങളൊക്കെ വരും. പക്ഷേ പല ദാമ്പത്യ ജീവിതങ്ങൾ, പല ദമ്പതിമാരുടെ ഇടയിലും പിണക്കങ്ങൾ മാത്രമാണ്, ഇണക്കങ്ങൾ കാണാനേ കഴിയുന്നില്ല. അങ്ങനെ ആവരുത്. അള്ളാഹു നൽകിയിട്ടുള്ളത് ഒരൊറ്റ ജീവിതമാണ് ഈ ദുനിയാവിൽ. അത് ജീവിച്ച് തീർക്കുന്നത് ആനന്ദകരമായിട്ടാകുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവുക ജീവിതത്തിൽ. നേരെമറിച്ച് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു പ്രയാസം ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യ വന്നുകൊണ്ട് നമ്മളോട് ആശ്വാസവാക്കുകൾ പറയുമ്പോൾ ചിലപ്പോൾ അതുവരെ അനുഭവിച്ച ആ പ്രയാസങ്ങൾ ഉരുകി അങ്ങോട്ട് പോകും. ഇതുപോലെ
ചില സമയത്ത് ഭാര്യമാർ അവർ ഈ പീരിയഡ്സിൻ്റെ സമയം അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസത്തിൽ നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് ചെന്നുകൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞിട്ട് അവരുണ്ടാക്കി തരുന്ന ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാര്യമാർക്ക് അത് മതിയടോ. അവർക്ക് നിങ്ങൾ വലിയ കാറോ വലിയ ഫ്ലാറ്റോ വലിയ വലിയ വേറെ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കണതിനെക്കാട്ടിയും ഒക്കെ അവർക്ക് ആ ഒരു നല്ല വാക്കുകൾ മതി. പക്ഷെ ചില ഭർത്താക്കന്മാർ നല്ല വാക്കുകൾ തീരെ പറയൂല. അവർ കുറ്റവും കുറവും മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ പോലെയൊക്കെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ല ദാമ്പത്യം നയിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ ഉമ്മയുടെയും ഉപ്പയുടെയും പേരിൽ നിങ്ങളൊക്കെ ഒരു ഫാത്തിഹ നിങ്ങൾ ഓതണേ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.